അക്ഷര, ഇപ്പം ബാങ്ക് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അക്ഷരയ്ക്ക് കൊടുക്കാൻ പറ്റിയ ടിപ്സ് എന്തൊക്കെയാണ്? കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇപ്പോൾ ഒരുപാട് എക്സാം എഴുതേണ്ടി വരും. നമുക്ക് ഒന്നാമത്തെ എക്സാമിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അതിപ്പോ ചിലർക്ക് പറ്റുമായിരിക്കും. നമുക്ക് അപ്പോ ഒരു റിസൾട്ട് വന്ന് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അതിൽ വിഷമിച്ചിരിക്കാതെ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യും, എന്നാലും അതിൽ നമ്മൾ തളർന്നു പോവാണ്ട് പിന്നെയും അടുത്ത എക്സാമിന് നല്ല രീതിയിൽ മുന്നത്തേൽ എന്ത് തെറ്റാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്ത് നമ്മൾ വീണ്ടും നല്ലോണം പഠിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. ഫൈനലി ആ ഒരു റിസൾട്ട് ഡേ എത്തി. ആ റിസൾട്ട് ഡേയില് അക്ഷര എവിടെ വെച്ചിട്ടാണ് ആ റിസൾട്ട് അറിഞ്ഞത്? റേസിൽ തന്നെയായിരുന്നു റിസൾട്ടിന്റെ സമയത്ത്. രാവിലെ തൊട്ടേ എപ്പോഴത്തെയും പോലെ 7 മണി തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ റിസൾട്ട് കുറെ ദിവസം ഇന്ന് വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോ റേസിൽ ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ ലാബിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങള് ലാബിൽ നിന്ന് നോക്കാനുള്ള ഒരു പേടിയുണ്ട് മേലെ ക്ലാസ്സിലേക്ക് പോയി. അവിടെ ഞങ്ങൾ രണ്ടാളും കൂടെ പോയിരുന്ന് അങ്ങനെയാണ് റിസൾട്ട് നോക്കിയത്. നോക്കിയപ്പോ ആ ഒരു രജിസ്റ്റർ നമ്പർ അതിൽ വന്ന കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ആദ്യം പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. രണ്ടാമത് നോക്കി, മൂന്നാമത് നോക്കി, അങ്ങനെയാണ് ഇതിൽ ലിസ്റ്റിലുണ്ട് എന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. എക്സ്ട്രീം ഹാപ്പിനെസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതായിരുന്നു ഒന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് വീട്ടിൽ പറഞ്ഞത് ഓക്കെ ഇത് ഉണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പിച്ച് 2-3 പ്രാവശ്യം നോക്കി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്കും ഭയങ്കര ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ ആണോ ഓക്കെ സന്തോഷം എന്നുള്ളൊരു ഇതായിരുന്നു. ഹായ്, ഐ എം അമൽ അശോക്. വെരാന്ത റേസ് കോഴിക്കോട് ബ്രാഞ്ചിന്റെ അക്കാഡമിക് ഹെഡ് ആണ്. SPA ക്ലർക്ക് 2024 മറ്റൊരു അച്ചീവറെയാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഹായ് അക്ഷര. കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് എങ്ങനെ കോഴിക്കോട് വെരാന്ത റേസിലെത്തി? ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോടായിരുന്നു അത്. അപ്പോൾ കോഴിക്കോടിനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പ്ലസ് അവിടുന്ന് ഇനിയിപ്പോ ഒരു ഗവൺമെന്റ് ജോബ് വേണം അങ്ങനെ ആലോചിച്ചപ്പോ ബാങ്കിങ് ആണ് മെയിൻ ആയിട്ട് മനസ്സിലേക്ക് വന്നത്. ഞാൻ BCom കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ബാങ്കിങ് ആയിരുന്നു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നിയത്. അപ്പോൾ കോഴിക്കോട് തന്നെ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ പഠിക്കാന്നുള്ളതായിരുന്നു മനസ്സിലാവുന്ന ചിന്ത. അപ്പോൾ കോഴിക്കോടുള്ള അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ 1-2-3 ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു തന്നതിൽ കുറെ പേര് പറഞ്ഞത് വെരാന്ത റേസ് ആയിരുന്നു. അപ്പോൾ ഞാൻ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നോക്കി. അപ്പോൾ വെരാന്ത റേസിൽ അവിടെ ലാബ് ആയാലും ക്ലാസ്സൊക്കെ ആയാലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. അപ്പോൾ റേസ് സെലക്ട് ചെയ്യായിരുന്നു. അങ്ങനെ വെറും അക്ഷരയിൽ നിന്ന് SPA ക്ലർക്ക് അക്ഷരയായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഈ ഒരു ജേണിയെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ വീട് കണ്ണൂർ തളിപ്പറമ്പാണ്. വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടനാണ് ഉള്ളത്. ഞാൻ ഡിഗ്രി BCom ആയിരുന്നു ചെയ്തിരുന്നത്. BCom കഴിഞ്ഞ് ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിരുന്നു അക്കൗണ്ടിങ്ങിൽ. അത് കോഴിക്കോടായിരുന്നു. അങ്ങനെയാണ് റേസ് കോഴിക്കോട് എത്തിയത്. റേസിൽ വെച്ച് ജോയിൻ ചെയ്ത സമയത്ത് ഹോസ്റ്റലിലായിരുന്നു. റേസിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹോസ്റ്റല്. അപ്പോൾ രാവിലെ ലാബിൽ വരാനും രാത്രി കുറച്ച് ലേറ്റ് ആവുന്നവരെ ഇരിക്കാനും ഹോസ്റ്റൽ അടുത്തായത് ഭയങ്കര ഉപകാരമായിരുന്നു. റേസിലെ ക്ലാസ് പറയുന്ന ഒരു 6 മാസത്തെ ക്ലാസ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലാബിൽ വന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു 1.5 വർഷം ലാബിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 2024 എല്ലാ എക്സാമും എഴുതിയിരുന്നു. അതിലിപ്പോ SBI ക്ലർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. അതിൽ ഭയങ്കര സന്തോഷം. പക്ഷേ നമുക്ക് ഈ ഒരു തുടക്കകാലത്ത് നമുക്ക് സ്ട്രോങ് ഏരിയാസും ഉണ്ടാവും, അതേപോലെ തന്നെ വീക്ക് ഏരിയാസും ഉണ്ടാവും. ഓക്കെ, അപ്പം അക്ഷരന്റെ തുടക്കകാലത്തുള്ള വീക്ക് ഏരിയ ഏതാണ്? അത് ഓവർകം ചെയ്യാൻ അക്ഷര എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? എനിക്ക് കമ്പാരിറ്റീവ്ലി മാത്സ് ആയിരുന്നു ബുദ്ധിമുട്ട്. റേസിലെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും പ്രിലിംസിന് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ലാബിൽ പോയതുകൊണ്ട് തന്നെ കണ്ട് ടോപ്പിക്കൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. മോക്ക് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അത്. എല്ലാ സമയത്തും ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയായിരുന്നു. പക്ഷേ അത് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ മോക്ക് ചെയ്തിട്ട് തന്നെയാണ് അത് റെഡിയാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം ആൻസർ അറിയാം, പക്ഷെ നമുക്ക് അത് ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റത്തില്ല. അതായിരുന്നു പ്രശ്നം. അപ്പോൾ കുറേ ലാബിൽ രാവിലെ ഒരു 7 മണിക്ക് വന്നാൽ രാത്രി 8 മണി 8:30 വരെയൊക്കെ മോക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ മോക്ക് ചെയ്ത് ആ ഒരു സമയത്തിനുള്ളിലേക്ക് ആക്കി എടുത്തു. കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു, എന്നാലും അതൊന്ന് റെഡിയായി വന്നു. കുറേ മോക്ക് ചെയ്ത് പിന്നെ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് അങ്ങനെ അറിയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ എളുപ്പ വഴിയിൽ കുറച്ചുകൂടെ ചെറിയ സമയത്തിനുള്ളിൽ എങ്ങനെ ആ ഒരു ആൻസർ ചെയ്യാമെന്നുള്ളത് കുറച്ച് സമയം എടുത്തു റെഡിയാവാൻ. അപ്പം അക്ഷര ഇപ്പം മോക്ക് ടെസ്റ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഓക്കെ,
അപ്പം അക്ഷര തുടക്കകാലത്ത് അക്ഷര ഒരു ദിവസം എത്ര മോക്കാണ് ചെയ്തിരുന്നത്? ഇപ്പം SBI ക്ലർക്കായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഈ സമയത്ത് അക്ഷര എത്ര മോക്ക് ഒരു ഡെയിലി ചെയ്യാറുണ്ട്? ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രിലിംസിന്റെ മോക്ക് മാത്രമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 മോക്കൊക്കെ ഒരു ദിവസം ചെയ്യുമായിരുന്നു. ആൻസർ അറിയാം. അപ്പോൾ ടൈം ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അനാലിസിസിന് ഭയങ്കരമായ സമയം എടുത്തിരുന്നില്ല. അപ്പോൾ ഒരു 4 മോക്കൊക്കെ 5 മോക്കൊക്കെ ചെയ്ത ദിവസം ഉണ്ടായിരുന്നു. എന്നാലും 4 മോക്കൊക്കെ എന്തായാലും ഡെയിലി ചെയ്യുമായിരുന്നു. പിന്നെ പ്രീലിംസിനുള്ളത് റെഡി ആയി, കുഴപ്പമില്ല എന്നുള്ളൊരു ഇതായപ്പോഴാണ് മെയിൻസ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ മെയിൻസ് ഒരു ദിവസം ഒരു മോക്ക് അത്രയും അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഒരു മോക്ക് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ പിറ്റേന്ന് അതിന്റെ അനാലിസിസ് അങ്ങനെയായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നോർമൽ കേസിൽ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ മോക്ക് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഈ മോക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അതിന്റെ അനലൈസാ. ഓക്കെ, അപ്പം ആ ഒരു അനലൈസ് ചെയ്തിട്ട് അക്ഷരയ്ക്ക് എങ്ങനെയാണ് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അനാലിസിസ് തന്നെയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കും തോന്നിയത്. അതായത് മോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അറിയുന്ന നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അറിയാത്തത് എപ്പോഴും അറ്റൻഡ് ചെയ്യാത്തൊരു പോർഷനായിട്ട് അങ്ങനെ തന്നെ ബാക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ സംഭവം നമുക്ക് എങ്ങനെ പഠിക്കാം, അതിന് വേണ്ടിയിട്ട് ആ ടോപ്പിക്കിന്റെ വീഡിയോകൾ പ്രത്യേകം കണ്ട്, അപ്പോൾ ആ വീഡിയോ കണ്ട് നോക്കി ആ ഒരു കണ്ടന്റ് ശരിയാക്കിയതിന് ശേഷമാണ് അനലൈസ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ചെയ്ത് നോക്കി അങ്ങനെയായിരുന്നു. ഇപ്പം തുടക്കകാലത്ത് അക്ഷരയ്ക്ക് ഇപ്പോൾ ഒരു മോക്ക് ചെയ്യുമ്പോൾ, ഒരു പ്രിലിംസ് ലെവൽ മോക്ക് ചെയ്യുമ്പോൾ അക്ഷരയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന മാർക്ക് എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ ഒരു 50-55 ആ ഒരു ഇതിലായിരുന്നു, റേഞ്ചിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, വളരെ അധികം ഒരു 40 ആ ഒരു ഇതായിരുന്നു. തുടക്കത്തിൽ 40 റേഞ്ചിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്, പിന്നെ അത് 50 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. എന്ന് വെച്ചാൽ അത് റെഗുലർ ആയിട്ട് മോക്ക് ചെയ്തപ്പോൾ ആ ഒരു മാറ്റം കണ്ടു. ലാബിൽ വന്നു തുടങ്ങിയപ്പോൾ റെഗുലർ ആയിട്ട് മോക്ക് ചെയ്യായിരുന്നു, ഡെയിലി മോക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിന്റെ മാറ്റം കാണാനും ഉണ്ടായിരുന്നു. മാർക്ക് കൂടുവരുന്നത് ഡെയിലി ബേസിസ് തന്നെ 1-2 മാർക്ക് നമുക്ക് കൂടുന്നത് അറിയാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അക്ഷര പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, മോക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്തു വന്നു. ആദ്യം ഒരു പ്രിലിംസ് ക്ലിയർ ആയിട്ടുണ്ടാവൂലേ? ഓക്കെ, ആ ഒരു പ്രിലിംസ് ഏതായിരുന്നു? IBPS ക്ലർക്ക് ആയിരുന്നു. IBPS ക്ലർക്ക് ആയിരുന്നു ക്ലിയർ ആയത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലർക്ക് എന്നുവെച്ചാൽ IBPS ക്ലർക്ക് ക്ലിയർ ചെയ്ത സമയത്ത് അക്ഷരയ്ക്ക് ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറയാൻ പറ്റും? ആദ്യം എഴുതിയ എക്സാം RRB ക്ലർക്ക് ആയിരുന്നു. RRB ക്ലർക്കില് ടൈമിന്റെ പ്രശ്നമായിരുന്നു. അതായത് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ഒരു 71 അങ്ങനെ എങ്ങനെയായിരുന്നു. അപ്പോൾ ചെറിയ മാർക്കിന് പ്രിലിംസ് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ IBPS ക്ലർക്ക് ആയപ്പോൾ അറ്റംപ്റ്റ് കൂടി, ആ ഒരു സമയം കിട്ടിയല്ലോ. RRB കഴിഞ്ഞ് IBPS ആകുമ്പോഴേക്കും ആ ഉള്ളൊരു സമയം കൊണ്ട് പ്രിലിംസിന്റെ കുറച്ചുകൂടെ മോക്ക് ചെയ്ത് സമയം കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. കുറച്ച് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരിക്കും, 86-87 ലെവലൊക്കെ കട്ട് ഓഫ് ഉണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഉള്ള വിശ്വാസം അങ്ങ് പോയി. അപ്പോൾ ഈ പ്രിലിംസും പോയി എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ മെയിൻസിന് പഠിക്കാനുള്ള ഒരു ഇതും പോയിരുന്നു. ഓക്കെ, ഇനി പ്രിലിംസ് എന്തായാലും കിട്ടാൻ പോണില്ല. അപ്പോൾ മെയിൻസിന് പഠിക്കുന്നതും കുറവായിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ കിട്ടി. അപ്പോൾ പിന്നെ മെയിൻസിന് പഠിച്ചില്ലല്ലോ എന്നുള്ളതായിരുന്നു വിഷമം. അതായത് പ്രിലിംസ് കിട്ടൂല എന്ന് വിചാരിച്ച് ആ ഒരു ഗ്യാപ്പിലുണ്ടായിരുന്ന സമയം വേണ്ടത്ര യൂട്ടിലൈസ് ചെയ്തില്ലായിരുന്നു. IBPS ക്ലർക്കിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആ മെയിൻസ് ഒരു എക്സാമിന് നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ള രീതിയിൽ പഠിച്ചത് പ്രിലിംസിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു. അത് ആകെ കൂടി ഒരു 10-14 ദിവസമായിരുന്നു. അത് പോരാ. അതായത് നമ്മൾ പ്രിലിംസ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തത് പഠിക്കാൻ മെയിൻസിന് എത്ര പഠിക്കണോ അത് പഠിച്ചു തുടങ്ങണം. ഇല്ലെങ്കിൽ അതായത് ഞാൻ അന്നത് പഠിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ എക്സാം ക്ലിയർ ആവുമായിരുന്നു. വലിയൊരു വ്യത്യാസം ഇല്ലായിരുന്നു മെയിൻസിന്റെ മാർക്കുമായിട്ട്. അപ്പോ അന്നേ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പഠിക്കാത്തതിന്റെ കുറവായിരുന്നു. മനസ്സിലായി. അക്ഷര, അപ്പൊ നമുക്ക് ഒരു മെയിൻസ് എക്സാമിനെ പറ്റി നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ജനറൽ അവയർനെസ്. ഓക്കെ, അപ്പം ജനറൽ അവയർനെസ് പഠിക്കാൻ അക്ഷര എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ജനറൽ അവയർനെസ് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് പഠിക്കാൻ. ബാക്കി ഏത് സബ്ജക്റ്റ്, ഇപ്പോൾ റീസണിങ് ആയാലും മാത്സ് ആയാലും നമുക്ക് എത്ര പോർഷൻസ് കവർ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയന്നാണ് ക്വസ്റ്റ്യൻ വരിക, അതിന്റെ വെയിറ്റേജ് എത്രയാന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. പക്ഷേ കറണ്ട് അഫയേഴ്സ് ആവുമ്പോൾ അത് എങ്ങനെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഏത് സോഴ്സ് ആണ് ഇതിന് നമ്മൾ നോക്കേണ്ടതെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ റേസിലെ മെന്റേഴ്സിനോടും പിന്നെ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളോടായാലും എല്ലാവരോടും എങ്ങനെയാ പഠിക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. അതായത് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു
കൺഫ്യൂഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ കുറെ പേര് മുന്നേ ഉള്ളവരൊക്കെ കുറെ സജഷൻ തന്നിരുന്നു. അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ തുടങ്ങിയത്. കറണ്ട് അഫയേഴ്സ് പിന്നെ ഒറ്റയ്ക്ക് പഠിക്കുമ്പോഴും നടക്കുന്നില്ലായിരുന്നു. അതായത് പഠിച്ചത് ഓർമ്മയില്ലാത്തതും എന്തൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 2-3 പേര് റേസിൽ ഫ്രണ്ട്സ് ഒരുമിച്ച് ഇരുന്നാണ് കറണ്ട് അഫയേഴ്സ് പഠിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് സ്റ്റഡി നടത്തിയപ്പം കറണ്ട് അഫയേഴ്സ് ഇംപ്രൂവ് ആയി, കൂടുതൽ ഓർത്തിരിക്കാൻ പറ്റി. പഠിക്കുന്നത് മറന്നു പോകുന്നത് കുറവായിരുന്നു. ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ പോയിന്റ് പറഞ്ഞ് പഠിക്കുകയും അങ്ങനെയൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടെ ഓർത്തിരിക്കാൻ പറ്റി. ഓക്കെ, കൂടെ ഓരോ ഷോർട്ട് കട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ. ഓക്കെ, ഇപ്പൊ അക്ഷര, എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ ഇപ്പം അക്ഷര ഒരു ദിവസം നോർമലി എത്ര മണിക്കൂർ പഠിക്കാറുണ്ട്? രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ലാബിൽ വന്നാല് രാത്രി 8:30-9 മണി വരെ ഇരിക്കുമായിരുന്നു. പിന്നെ അത് ഹോസ്റ്റൽ അടുത്തായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ഗ്യാപ്പ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില ദിവസങ്ങളിൽ പഠിക്കാനുള്ള മൂഡിന്റെയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. അതായത് രാവിലെ എല്ലാ ദിവസവും തന്നെ 7 മണി തൊട്ട് 8 മണി വരെ എന്തായാലും ഇരിക്കുമായിരുന്നു. 7 മണി മുതൽ 8 മണി 9 മണി വരെ എന്തായാലും ഇരിക്കില്ല. ഓക്കെ, അക്ഷര, നമുക്ക് ക്ലാസ്സസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സർക്കിൾസ്. ഓക്കെ, അപ്പം അക്ഷരയ്ക്ക് സർക്കിൾസ് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും സർക്കിൾ ഉണ്ടാവുമായിരുന്നു, ബേസിക് സർക്കിള്. അപ്പൊ അതിൽ തരുന്ന മെറ്റീരിയൽസും കുറെ സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമായിരുന്നു. അപ്പൊ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഉപകാരമായിരുന്നു. പ്ലസ് മെന്റർ ഉണ്ടായപ്പോൾ നമുക്ക് അപ്പൊ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും അതൊക്കെ ഭയങ്കര നല്ല കാര്യമായിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രീം സർക്കിൾ ഉണ്ടായപ്പോഴും മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് കിട്ടുക, അതിൽ ഡൗട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്യാന്നുള്ളതായിരുന്നു സർക്കിളിനെ കൊണ്ട് ഏറ്റവും ഉണ്ടായിരുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത്. അക്ഷരന്റെ മെന്റർ ആരായിരുന്നു ആ സമയത്ത്? കൃഷ്ണപ്രിയ മിസ് ആയിരുന്നു. മിസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ മിസ്സിനോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു. ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, എന്ന് വെച്ചാല് അക്ഷരപ്പം നോർമലി ചെയ്യുന്നതിനെക്കാട്ടും ഷോർട്ട് കട്ട് രീതിയിൽ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം അക്ഷരന്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതെ, ഞാൻ മാത്സ് ചെയ്യുന്ന സമയത്ത് പണ്ടേ സ്കൂളിൽ നിന്നേ ചെയ്തു വന്ന ആ ഒരു കുറെ സ്റ്റെപ്പ് ആയിട്ടുള്ള ആൻസർ ആയിരുന്നു. അപ്പൊ അത് ഭയങ്കര സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മിസ് നമ്മളെ ആൻസർ മിസ് നോക്കുന്ന സമയത്ത് ഈ വഴി ഇത്രയും സമയം എടുക്കും, അത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് മിസ് പറഞ്ഞു തരുമ്പോ അത് ടൈം സേവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ മിസ് ആദ്യം കൺവെൻഷൻ രീതിയിൽ പറഞ്ഞു തന്നിട്ട് അത് ഇത്ര സമയം എടുക്കും, ഇത്ര ഇപ്പം ഷോർട്ട് കട്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്ര സമയമായിട്ട് ചുരുങ്ങും, അങ്ങനെ പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചല്ലേ? നമ്മൾ ചെയ്യുന്ന രീതി നോക്കി ഓക്കെ ഇതാണ് നീ ചെയ്യുന്നത്, അപ്പൊ ഇങ്ങനെ ചെയ്താലല്ല ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് ആൻസർ കിട്ടുന്ന പറഞ്ഞത് മിസ്സാണ്. ഓക്കെ, ഫൈനലി ആ ഒരു റിസൾട്ട് ഡേ എത്തി. ഓക്കെ, ആ റിസൾട്ട് ഡേയില് അക്ഷര എവിടെ വെച്ചിട്ടാണ് ആ റിസൾട്ട് അറിഞ്ഞത്? ഓക്കെ, അതൊക്കെ ഒന്ന് വിവരിക്കാൻ പറ്റുമോ? റേസിൽ തന്നെയായിരുന്നു റിസൾട്ടിന്റെ സമയത്ത്. രാവിലെ തൊട്ടേ എപ്പോഴത്തെയും പോലെ 7 മണി തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ റിസൾട്ട് കുറെ ദിവസം ഇന്ന് വരും എന്ന് പറഞ്ഞ അങ്ങനെയായിരുന്നു. എസ്ബിന്റെ റിസൾട്ട് കുറെ ദിവസം മുന്നേ, ഒരു ഫസ്റ്റ് മെയ് 20-ന് വരും എന്ന് പറഞ്ഞു, 25-ന് വരും എന്ന് പറഞ്ഞു, അങ്ങനെ കുറെ ലാഗായാണ് ലാസ്റ്റ് ഒരു റിസൾട്ട് വന്നത്. അപ്പോൾ റേസില് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ലാബിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങള് ലാബിൽ നിന്ന് നോക്കാനുള്ള ഒരു പേടിയുണ്ട് മേലെ ക്ലാസ്സിലേക്ക് പോയി. അവിടെ ഞങ്ങൾ രണ്ടാളും കൂടെ പോയിരുന്ന് അങ്ങനെയാണ് റിസൾട്ട് നോക്കിയത്. അപ്പോ നോക്കിയപ്പോ ആ ഒരു രജിസ്റ്റർ നമ്പർ അതിൽ വന്ന കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ആദ്യം പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. രണ്ടാമത് നോക്കി, മൂന്നാമത് നോക്കി, അങ്ങനെയാണ് ഓക്കെ ഉണ്ട്, ഇതില് ലിസ്റ്റിൽ ഉണ്ട് എന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ആ ഒരു മൊമെന്റ് എന്താ, എങ്ങനെയായിരുന്നു? എക്സ്ട്രീം ഹാപ്പിനെസ് ആയിരുന്നു സത്യം പറഞ്ഞാ. വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതായിരുന്നു. അപ്പോ റിസൾട്ട് വന്നതുകൊണ്ട് ഒന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് വീട്ടിൽ പറഞ്ഞത്. ഓക്കെ ഇത് ഉണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പിച്ച് 2-3 പ്രാവശ്യം നോക്കി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്കും ഭയങ്കര ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ആണോ, ഓക്കെ സന്തോഷം എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ എല്ലാരോടും വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അതായിരുന്നു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അക്ഷര, ഇപ്പം ബാങ്ക് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം അക്ഷരയ്ക്ക് കൊടുക്കാൻ പറ്റിയ ടിപ്സ് എന്തൊക്കെയാണ്? കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇപ്പോൾ ഒരു എക്സാം ഒരുപാട് എക്സാം എഴുതേണ്ടി വരും. നമുക്ക് ഒന്നാമത്തെ എക്സാമിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അതിപ്പോ ചിലർക്ക് പറ്റുമായിരിക്കും. നമുക്ക് അപ്പോൾ ഒരു റിസൾട്ട് വന്ന് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അതിൽ വിഷമിച്ചിരിക്കാതെ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യും, എന്നാലും
അതിൽ നമ്മൾ തളർന്നു പോവാണ്ട് പിന്നെയും അടുത്ത എക്സാമിന് നല്ല രീതിയിൽ മുന്നത്തേൽ എന്ത് തെറ്റാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്ത് നമ്മൾ വീണ്ടും നല്ലോണം പഠിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. അക്ഷര, ഈ ഒരു അവസരത്തിൽ അക്ഷരയ്ക്ക് ആരോടൊക്കെയാണ് താങ്ക്സ് പറയാനുള്ളത്? താങ്ക്സ് പറയാൻ ഒരുപാട് പേരോടുണ്ട്. റേസിലെ ടീച്ചേഴ്സ്, മെന്റേഴ്സ്, ഫ്രണ്ട്സ്, എല്ലാവരും ഭയങ്കര നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് അത് ഈ ഒരു ജേർണിയിൽ വലിയൊരു കാര്യമായിരുന്നു. അതിനൊരു വലിയ പാർട്ട് തന്നെയായിരുന്നു ആ ഫ്രണ്ട്സും ഒരുമിച്ചുള്ള കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ വീട്ടുകാർ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് വിഷമം വരുന്ന സമയത്തും കുഴപ്പമില്ല, അടുത്തതിൽ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് പഠിക്കുമെന്ന് പറഞ്ഞത് വീട്ടുകാരാണ്. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടും നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും താങ്ക്സ് പറയുകയാണ് ഈ അവസരത്തിൽ. ഇതാണ് അക്ഷരയുടെ ജേണി. ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.